പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് ഫേക്ക് അക്കൗണ്ടൊക്കെ ഇട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കയറിയിട്ട് അറിയാന്നുള്ള എല്ലാത്തിനെയും ഞാനങ്ങ് ഒഴിവാക്കി. എന്നിട്ട് അതിലുള്ള ചെക്കന്മാർക്കൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവന്മാർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ തലയിൽ കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ചെക്കന്മാരെല്ലാം എന്നോട് വളരെ നീറ്റാണ്, എന്നോട് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അതുപോലെ ഞാനും തിരിച്ച് എന്ന് വെച്ച് നിങ്ങളോട് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ 10 വയസ്സായ കുട്ടികളൊന്നും അല്ലല്ലോ, എല്ലാവരും 18 വയസ്സ് എബോവ് 18 വയസ്സാണ്. ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നല്ലോണം അറിയാമല്ലോ. ബാക്കിയുള്ള കാര്യം നല്ലോണം അറിയാമെങ്കിൽ ഹാൻഡിൽ ചെയ്യാനും നല്ലോണം പഠിക്കണം. എന്താ പറയില്ല, 7 മുഴമൊന്നുമല്ല, 100 മുഴം നാക്കുണ്ട്. അപ്പോൾ ഇതൊന്നും ചെക്കന്മാരോട് പറഞ്ഞുകൂടെ. നോ പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം, എസ് പറയേണ്ടടുത്ത് എസ് പറയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയ്ക്ക് പിടിക്കുക കട്ടെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ഗോസിപ്പിൽ അവളുടെ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സ് എൻ്റെ അമ്മായിൻ്റെ മക്കളൊന്നുമല്ല എങ്കിൽ അവന്മാരെ ഇവിടെ എനിക്ക് പോയിട്ട് പറയാം, ഇവിടെ വേണ്ടാത്ത പണിക്ക് എനിക്കല്ലേ എന്ന് പറയാം. മനസ്സിലായോ? ഞാൻ പ്രത്യേകം പറയുന്നത്, ഗോസിപ്പ് ഇതുവരെ ഞാൻ കേട്ടില്ല. ഒരിക്കൽ പറഞ്ഞു, നിൻ്റെ ഇൻസ്റ്റയിൽ ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന്. ഞാൻ ഉടനെ തന്നെ ചെക്കനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഇൻസ്റ്റയിൽ ആർക്കും നീ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പരാതി പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ അവനോട് പോയി പറഞ്ഞേ, എനിക്ക് അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ച് നീ എന്തിനാ കുറ്റം പറഞ്ഞേ. ഞാൻ പറഞ്ഞു, അല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അവളത് പറയാണ്ടിരിക്കണമായിരുന്നു. അവൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയാണ്ടിരിക്കണമായിരുന്നു. പരാതിയും കൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളതിലുള്ള ചെക്കന്മാരിൽ അതിനിടയ്ക്ക് കെട്ടേ ലിവിങ് ടുഗദർ ആവുക എന്തോ ചെയ്തോ നോ പ്രോബ്ലം. എൻ്റെ അടുത്ത് പരാതിയും പറഞ്ഞുകൊണ്ട് വരരുത്. അതിലുള്ള ചെക്കന്മാരൊന്നും എൻ്റെ ആരുമല്ല. എന്നോട് അവർ വളരെ ഡീസൻ്റായിട്ടും വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളെ കയ്യിൽ ഇരിപ്പ് കാരണം ചിലപ്പോൾ നിങ്ങൾ പിടിച്ച് പിടിച്ച് വാങ്ങി കൊണ്ടുപോയിട്ട് അയ്യോ അവളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ എന്നോട് വളരെ നീറ്റായിട്ടാണ് ചെക്കന്മാർ നിൽക്കുന്നത്. ഞാനതൊന്ന് ബേസിക്കലി പറഞ്ഞതാണ്. ലാസ്റ്റിന് അത് പറയും, ഞാൻ അവളുടെ ഫ്രണ്ട്സ് ചിലർ എന്താണ് ഫ്രണ്ട് ലിസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഫ്രണ്ട് ലിസ്റ്റ് കൊടുക്കുന്ന മൊത്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റേതായൊരു പാഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഇങ്ങനെയുള്ളവർക്കാണ് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അല്ലാണ്ട് വ്യക്തികൾക്കെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കലില്ല. മോഡലിംഗ് രംഗത്തുള്ളവർ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ. അല്ലാണ്ട് ഒരാളെ കണ്ടിട്ട് ഞാൻ കൊടുക്കലൊന്നുമില്ല. പിന്നെ എനിക്ക് ആര് റിക്വസ്റ്റ് തന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. എവിടെയായാലും ആരെയായാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ചെറിയ 10 വയസ്സായ കുഞ്ഞൊന്നുമല്ലല്ലോ നമ്മൾ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. പരാതി പറഞ്ഞ് നടക്കലല്ല. ഇപ്പോഴേ ഞാൻ പറയുന്നു, ഒരു 100,000 ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ റിക്വസ്റ്റ് തന്നു, എനിക്കറിയാം. പിന്നെ ഫ്രണ്ട് ലിസ്റ്റിൽ കിടക്കുന്നവരോട് ഞാൻ പറയും, ഇനി അതും പറഞ്ഞ് അതും എൻ്റെ തലയിൽ കൊണ്ട് വെക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറഞ്ഞതാണ്. ചിലപ്പോൾ ആമ്പിള്ളേർ അവിടെ വിളിക്കാം ഇവിടെ വിളിക്കാം, ചാടിത്തുള്ളി പോയിട്ട് വല്ല പീഡനമൊക്കെ സംഭവിച്ചിട്ട് അയ്യോ അവളെ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായിൻ്റെ മക്കളല്ല, എൻ്റെ അനിയനല്ല, എൻ്റെ കൂടപ്പുറപ്പല്ല. ചെന്ന് പീഡിപ്പിച്ചിട്ട് പീഡനം വാങ്ങി വന്നാൽ സ്വന്തമായിട്ട് അങ്ങ് അനുഭവിച്ചോളൂ. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. അത് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് നിങ്ങളൊക്കെ എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരിക്കൽ ഒരു ഫോട്ടോ എൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റയിൽ ഇടാൻ പറ്റില്ല. അതായത് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് അക്കാഡമിയിൽ ഇതിന് ഞങ്ങൾക്ക് എപ്പോഴും പ്രൈസ് കിട്ടലുണ്ട്. അപ്പോൾ പ്രിൻസിപ്പളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമുക്കത് തരുന്നത്. അപ്പം ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ എൻ്റെ ഫോട്ടോ ഇടാൻ പറ്റില്ല അവിടെ എന്ന് പറഞ്ഞു. പിന്നെ അവളെ ഫോട്ടോൻ്റെ തലയ്ക്കൊരു ഇമോജി ഇട്ടോളെ. ഞാൻ അങ്ങനെയാണ് അങ്ങ് ഡിലീറ്റാക്കി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന ടീമുകളാണ്. ഇനി എവളുമാരെ തല കൊണ്ടുപോയിട്ട്
അവന്മാരെന്ത് തേങ്ങ ചെയ്യാനാണ്? എനിക്കറിയില്ല. മോർഫൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ എളുപ്പമാണ്. പിന്നെ അത് മോർഫാണോന്നോ ഒറിജിനലാണോന്നോ ഒക്കെ ഈ പൊട്ടന്മാരോടെ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ ഒറിജിനലായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ആമ്പിള്ളേരൊക്കെ ഉള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞുണ്ടാക്കും അത് മോർഫ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഒറിജിനലായി അല്ല, മോർഫ് ചെയ്തവർ അവർ ലൈഫ് മൊത്തം പോരാടിയ ഒരു പെണ്ണുങ്ങളുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ അവർ എത്ര കൊല്ലം അതിൻ്റെ പുറകെ പോരാടി അത് സത്യം തെളിയിച്ച് കൊണ്ടുവരാൻ തന്നെ ചെയ്തു. അല്ലാണ്ട് ഈ ഗ്രൂപ്പിൽ കിടക്കുന്ന ഫോട്ടോ തല മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് മാർഫ് ചിലയൊക്കെ ഉണ്ടല്ല മനസ്സിലിങ്ങനെ ചൊറിഞ്ഞ് ഇരിക്കുകയാണ് ചിലതൊക്കെ ഓർക്കുന്ന സമയത്ത്. മാന്തി പറിച്ചങ്ങ് ഫുള്ള് പൊളിച്ചു വയ്ക്കാൻ തോന്നും ചില സമയത്ത് ചിലതൊക്കെ ഓർക്കുമ്പോൾ. എന്നാൽ പിന്നെ ഇന്നത്തെ എൻ്റെ പിന്നെ കലിപ്പൊക്കെ തീർന്നു. കലിപ്പൊന്നും തീർന്നൊന്നുമില്ല, മറ്റേ തുണി അലക്കാനുള്ള ദേഷ്യമുണ്ട്, അത്രയും ദേഷ്യമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്.